സ്നേഹമുള്ളവരെ, നമ്മൾ ഈശോയുടെ 2024 പിറന്നാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഈശോ ജനിച്ചത് AD 0 ഈശോയുടെ ജനനത്തിന് ഏകദേശം 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഹെറോദോസ് രാജാവ് മരിക്കുന്നത്. ഈശോയെ കൊല്ലാനായിട്ടൊക്കെ ആഗ്രഹിച്ച രാജാവാണ് ഹെറോദോസ് രാജാവ്. അപ്പോൾ ഞാനിപ്രകാരം ചിന്തിക്കുകയാണ്, നീണ്ട കാലം രക്ഷകന് വേണ്ടി കാത്തിരുന്ന ദൈവം ഒരു 4 വർഷം കൂടി കാത്തിരുന്നെങ്കിൽ ഹെറോദോസ് രാജാവ് മരിച്ചതിന് ശേഷം ഈശോയെ ജനിപ്പിക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ മാതാവിനും യേശുപിതാവിനും ഉണ്ണീശോയ്ക്കും ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടതായിട്ട് വരികയില്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ദൈവം ചെയ്യാത്തത്? അതിന് കാരണം ഇതാണ്: ഇത് രക്ഷാകര പദ്ധതിയാണ്. ഒരു പദ്ധതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വേദനയുണ്ട്, സഹനമുണ്ട്, രോഗമുണ്ട്, അസ്വസ്ഥതയുണ്ട്, വിജയമുണ്ട്, പരാജയമുണ്ട്, നന്മയുണ്ട്, തിന്മയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ 4 വർഷം ദൈവം കാത്തിരിക്കാതിരുന്നത്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29:11 പറയുകയാണ്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നമ്മളെക്കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. അതിൽ രോഗമുണ്ട്, അസ്വസ്ഥതയുണ്ട്, വേദനയുണ്ട്, സഹനമുണ്ട്, വിജയമുണ്ട്, പരാജയമുണ്ട്, നന്മയുണ്ട്, തിന്മയുണ്ട്, എല്ലാം അടങ്ങിയിരിക്കുന്നു. നമുക്ക് ഇത് ആ പദ്ധതി പോലെ സ്വീകരിക്കാം. ഈ വിജയവും പരാജയവുമെല്ലാം ദൈവം നമ്മളെക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തെ ആ രീതിയിൽ കാണുവാനും ആ വിജയവും പരാജയവും വേദനയും സഹനമെല്ലാം ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി കണക്കാക്കുവാനും ഈ ഒരു ക്രിസ്മസ് കാലം നമ്മെ പ്രാപ്തരാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.